ഇസ്രയേലിന്റെ അതീവ സൈനിക രഹസ്യങ്ങൾ വിൽപ്പനക്ക് വെച്ചിരിക്കുകയാണ് ഫലസ്തീനിലുള്ള ചില ഹാക്കർമാർ. നമുക്ക് ഈ വാർത്ത കാണാം. A pro-Palestinian hacker group has released the identities of number of staff members of Maya, the defense industries. ഈ ഇസ്രയേലിന്റെ ഡിഫൻസ് മിനിസ്ട്രിയുടെ നേരിട്ട് കോണ്ടാക്റ്റിൽ പ്രവർത്തിക്കുന്ന മായ ഡിഫൻസ് ഇൻഡസ്ട്രി ഉണ്ട്. ഈ കമ്പനിയിലുള്ള സ്റ്റാഫ് അംഗങ്ങളുടെ വിവരങ്ങൾ ഇതെല്ലാം പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞരായിരിക്കുമെന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. അവരുടെയുള്ള മിസൈലുകൾ തുടങ്ങിയിട്ടുള്ള മിലിറ്ററി പ്രൊഡക്റ്റുകളാണ് ഈ ഇൻഡസ്ട്രി ഉൽപ്പാദിപ്പിക്കുന്നത്, ഗവേഷണം ചെയ്യുന്നത്. അവിടെയുള്ള സ്റ്റാഫ് അംഗങ്ങളുടെ ഐഡന്റിറ്റികളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. എ മേജർ കോൺട്രാക്ടർ ടൈറ്റ് ദി സയനിസ്റ്റ് റെജിമിസ് മിലിറ്ററി ഓഫ് ഡിഫൻസ്. ഈ മായ എന്നറിയപ്പെടുന്നത് വളരെ മേജർ ഇൻഡസ്ട്രിയാണ്. ഈ ഇസ്രയേലിന്റെ ഡിഫൻസ് മിനിസ്ട്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സൈനിക എക്യുപ്മെന്റ്സുകൾ, ആയുധങ്ങൾ ഇവയെല്ലാം ഗവേഷണം ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ്. ഇതിന്റെ ടെക്നോളജികളും അല്ലെങ്കിൽ ഇവിടെയുള്ള രഹസ്യ വിവരങ്ങളാണ് ഇപ്പോൾ ഈ ഹാക്കർമാർ ചോർത്തിയിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഇൻ ദി റിലീസഡ് ക്ലിപ്പ്. അവർ ചോർത്തിയ ക്ലിപ്പുകൾ ഏതൊക്കെയാണ്? ദ ഹാക്കർ ഗ്രൂപ്പ് ഡിസ്പ്ലേ ടെക്നിക്കൽ ഇൻഫർമേഷൻ ഓഫ് ഇമേജ് ഓഫ് ഇസ്രയേലി റെജ്മി മിലിറ്ററി പ്രൊഡക്ട്സ്. ഇസ്രയേലിന്റെ മിലിറ്ററി പ്രൊഡക്റ്റുകളൊക്കെയാണ് അവർ ക്ലിപ്പുകളായി പുറത്തുവിട്ടിരിക്കുന്നത്. ഇൻക്ലൂഡിംഗ് ദി സ്കൈലാർക്ക് ഡ്രോൺ. അതായത് സ്കൈലാർക്ക് എന്നറിയപ്പെടുന്നത് ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണ ഡ്രോണാണ്. ഇസ്രയേലിന്റെ മൊസാദ് രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഡ്രോണാണ്. അതുപോലെ തന്നെ സ്പൈഡർ എയർ ഡിഫൻസ് സിസ്റ്റം ആൻഡ് ദി ഐസ് ബ്രേക്കർ സ്റ്റെൽത്ത് ക്രൂസ് മിസൈൽ തുടങ്ങിയിട്ടുള്ള മിസൈലുകൾ, അതുപോലുള്ള ഈ മൊസാദിന് വേണ്ടി പ്രത്യേകം നിർമ്മിക്കുന്ന ആയുധങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുകയും ഗവേഷണം ചെയ്യുകയും ചെയ്യുന്ന മായ ഇൻഡസ്ട്രിയാണ്. അവിടെയുള്ള രഹസ്യ വിവരങ്ങളെല്ലാമാണ് ഡാറ്റകൾ ചോർത്തിയെടുത്തതിനു ശേഷം ഇവർ വിൽപ്പനക്ക് വെച്ചിരിക്കുന്നത് എന്നത് ഇസ്രയേലിന് വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. പലപ്പോഴും ഇറാനിലും ഫലസ്തീനിലും ഒക്കെയുള്ള ഇതുപോലുള്ള ഹാക്കർമാരുടെ പ്രവർത്തനങ്ങൾ എന്നും ഇസ്രയേലിന്റെ തലവേദനയാണ്. പൂർണ്ണ സെക്യൂരിറ്റി ഉണ്ട്, വലിയ സംവിധാനങ്ങളുണ്ട് എന്ന് ഇസ്രയേൽ അവകാശപ്പെടുമ്പോഴും ഇതുപോലുള്ള ഹാക്കിംഗ് തടയാനുള്ള ഒരു സംവിധാനവും ഇസ്രയേലിനെ ഇന്നും വികസിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള അറ്റാക്ക് നടക്കാനുള്ള പ്രധാന കാരണം. നമുക്കറിയാം, ഇറാനും അതുപോലെ തന്നെ ഈ ഹമാസ് അടക്കമുള്ള വിഭാഗങ്ങളൊക്കെ വളരെ കൃത്യമായി ഇസ്രയേലിന്റെ വളരെ സെൻസിറ്റീവായ സൈറ്റുകൾ ആക്രമിക്കാനുള്ള പ്രധാന കാരണവും അവരുടെ ഈ ഡാറ്റകളെല്ലാം ചോർത്തിയെടുക്കുന്നു എന്നതാണ്. 4 വർഷത്തോളമായി മായയുടെ ഇത്തരത്തിലുള്ള ഡാറ്റകൾ ചോർത്തിയെടുക്കുന്നു. പക്ഷേ അത് തടയാൻ ഇസ്രയേലിന് സാധിച്ചില്ല എന്നത് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ഒരു പരാജയമായി മനസ്സിലാക്കാൻ സാധിക്കും.